Good morning. Yes. Yes, very good. അപ്പോൾ ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലേ? മിസ് എന്താ പറഞ്ഞത്? മിസ് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചും ഗുഡ് മോർണിംഗ് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അതനുസരിച്ചിട്ട് കറക്റ്റായിട്ട് മിസ് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും മിസ്സിന് തിരിച്ച് റിപ്ലൈ തന്നു. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, രാവിലെ തന്നെ എല്ലാവരും നല്ല സുന്ദരിയും സുന്ദരന്മാരൊക്കെ ഇട്ട് നല്ല റെഡി ആയിട്ട് ഇരിക്കുകയാണല്ലേ? എന്തിനാ വന്നിരിക്കുന്നേ? പറയൂ. മിസ്സിൻ്റെ ക്ലാസ്സിന് വന്നതാണല്ലേ? മിസ്സിൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, മിസ്സിൻ്റെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓക്കെ. അപ്പോൾ ഇന്നലെ നമ്മൾ എന്താ പറഞ്ഞ് നിർത്തിയത്? മിസ്സൊരു വർക്ക് തന്നിരുന്നു, അത് എല്ലാവരും ചെയ്ത് മിസ്സിൻ്റെ ക്ലാസ് കഴിഞ്ഞ പാടെ എല്ലാവരും അത് അയക്കാൻ തുടങ്ങി. മിസ്സ് വിചാരിച്ചില്ല അത്രയും നേരത്തെ വരും എന്ന്. അപ്പോൾ നോക്കാൻ നേരത്തെ എല്ലാവരും ഇങ്ങനെ കറക്റ്റായിട്ട് അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മിസ്സ് എന്താ പറഞ്ഞത്? കളേഴ്സിൻ്റെ നെയിംസ്, നിങ്ങൾക്ക് അറിയാവുന്ന കളേഴ്സിൻ്റെ നെയിംസ് അയക്കാനല്ലേ പറഞ്ഞേ. പക്ഷേ ഓരോരുത്തർ എന്തൊക്കെയാണ് ചെയ്തതെന്നറിയോ? പിന്നെ ആ കളേഴ്സൊക്കെ നല്ല നീറ്റായിട്ട് അതേ കളർ വെച്ച് എഴുതി. ഇപ്പോൾ ഗ്രീൻ കളർ ആണെങ്കിൽ ഗ്രീൻ സ്കെച്ച് വെച്ച് എഴുതി, റെഡ് ആണെങ്കിൽ റെഡ് വെച്ച് എഴുതി. അങ്ങനെ കുറേ കളേഴ്സ്, ഒത്തിരി മിസ് ചിന്തിക്കുക പോലും ചെയ്യാത്ത കളേഴ്സൊക്കെ ഓരോ കുട്ടികൾ എഴുതി. പിന്നെ ചിലരെന്ത് ചെയ്തു, കളർ എഴുതിയിട്ട് അതിൻ്റെ നേരെ ആ കളർ വെച്ച് സ്കെച്ച് ചെയ്തു. അങ്ങനെ ഒത്തിരി വെറൈറ്റി ആയിട്ട്. മിസ് വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന്. മിസ് എന്താ വിചാരിച്ചേ? 1ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ, അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ അറിയത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങളെല്ലാവരും മിസ്സിനെ ഞെട്ടിച്ച് കളഞ്ഞു. നന്നായിട്ട് നീറ്റായിട്ട്, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ സൂപ്പറാണ് കേട്ടോ, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മിസ്സിന് ഒത്തിരി സന്തോഷമായി. മിസ് ആദ്യമായിട്ടൊരു പറഞ്ഞൊരു വർക്കാണത്, നിങ്ങൾ നല്ല കറക്റ്റായിട്ട് ചെയ്ത് അയച്ചതിന്. അപ്പോൾ എന്താ പറയുന്നത്? നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്തു തരുമ്പോൾ എന്ത് നമ്മൾ പറയണം? താങ്ക് യു അല്ലേ? അങ്ങനെ പറഞ്ഞില്ലേ? അപ്പോൾ എല്ലാവർക്കും, എൻ്റെ 1ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും താങ്ക് യു. ഓക്കെ. അപ്പോൾ നമുക്ക് 1ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്സ് ഇല്ലേ? ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, നമുക്കത് സ്കൂളിൽ നിന്ന് ഉടനെ കിട്ടും അല്ലേ? ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല രസമല്ലേ? അതിലൊത്തിരി പിക്ചേഴ്സ് ഉണ്ട്, കുറേ സ്റ്റോറീസ് ഉണ്ട്, കുറേ പോയംസ് ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്. എന്ത് രസമാണല്ലേ നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് കാണാൻ? നല്ല രസമല്ലേ? നിങ്ങൾക്കിനി അത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്ന സമയത്ത് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ? ടെക്സ്റ്റ് ബുക്ക് പാരൻസിനെ കൊണ്ടുവന്ന് നല്ല വൃത്തിയായിട്ട് കവർ ചെയ്യിക്കണം. എങ്ങനെയാ? കണ്ടോ, മിസ് ഇപ്പോൾ നെയിം സ്ലിപ്പ് മിസ്സിന് കിട്ടിയില്ല. അപ്പോൾ മിസ് നല്ല നീറ്റായിട്ട് ഇത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ യെസ്റ്റർഡേ ഐ ഹാഡ് ആസ്ക്ഡ് യു സംതിങ്. മിസ് ഇന്നലെ നിങ്ങളടുത്ത് ഒരു കാര്യം ചോദിച്ചായിരുന്നു. കുറച്ചല്ല, ഒരു കാര്യം ചോദിച്ചായിരുന്നു. എന്തായിരുന്നു? ആർ യു ഹാപ്പി? നിങ്ങളെല്ലാവരും ഹാപ്പി ആണോ എന്ന് ചോദിച്ചില്ലേ മിസ്? എന്താ അതിൻ്റെ മീനിങ്? എന്താ ചോദിച്ചത് മിസ്? നിങ്ങളെല്ലാവരും സന്തോഷത്തിലാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണോ, ഹാപ്പി ആണോ എന്ന് ചോദിച്ചു. ആർ യു ഹാപ്പി എന്ന് ചോദിച്ചില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് പറഞ്ഞു? എന്താ ആൻസർ പറഞ്ഞ മിസ്സിൻ്റെ അടുത്ത്? യെസ്, എല്ലാവരും ഹാപ്പിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റത്തെ യൂണിറ്റിലെ ആദ്യത്തെ പോയം എന്താണെന്നറിയോ? പോയത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയോ? എ ഹാപ്പി ചൈൽഡ്. എന്താ മക്കളെ? എ ഹാപ്പി ചൈൽഡ്. എന്താ അതിൻ്റെ മീനിങ്? ഹാപ്പി ചൈൽഡ് എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ തന്നെ ഹാപ്പി ചൈൽഡ് എന്ന് വെച്ചാൽ എന്താ? സന്തോഷമുള്ള കുട്ടി. അപ്പോൾ നിങ്ങളെപ്പോലെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന കുട്ടികളെ പോലത്തെ ഒരു കുട്ടി. ആ കുട്ടിയെക്കുറിച്ച് എഴുതിയേക്കുന്ന ഒരു പോയമാണ് എ ഹാപ്പി ചൈൽഡ്. അപ്പോൾ നല്ല പോയമാണ് കേട്ടോ. മിസ് വായിച്ചു നോക്കി. സിമ്പിൾ പോയം, കുഞ്ഞു പോയമാണ്. ആകെ എത്ര ലൈൻസേ ഉള്ളൂ എന്നറിയോ? 8 ലൈൻസേ ഉള്ളൂ. 8 ലൈൻസ്. ദെയർ ആർ ഓൺലി 8 ലൈൻസ്. അപ്പോൾ മിസ് ചെറുതായിട്ടൊന്ന് വായിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. എ ഹാപ്പി ചൈൽഡ്. മൈ ഹൗസ് ഈസ് റെഡ്, എ ലിറ്റിൽ ഹൗസ്, എ ഹാപ്പി ചൈൽഡ് ആം ഐ. I laugh and play the whole day long. I hardly ever cry. I have a tree
a green, green tree to shade me from the sun, and under it I often sit when all my play is done. കൊള്ളാവോ? മനസ്സിലായോ നിങ്ങൾക്ക്? എന്തെങ്കിലും വേർഡ്സ് ഒക്കെ മനസ്സിലായോ? ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ മിസ് വായിക്കാം, കേട്ടോ കേട്ടോ. എ ഹാപ്പി ചൈൽഡ്, മൈ ഹൗസ് ഈസ് റെഡ്, എ ലിറ്റിൽ ഹൗസ്, എ ഹാപ്പി ചൈൽഡ് ആം ഐ. I laugh and play the whole day long. I hardly ever cry. I have a tree, a green, green tree to shade me from the sun, and under it I often sit when all my play is done. നല്ല പോയമാണ്. നമുക്കിനി ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മൈ ഹൗസ് ഈസ് റെഡ്, എ ലിറ്റിൽ ഹൗസ്. അപ്പോൾ കുഞ്ഞ് എന്താ പറയുന്നത്? കൊച്ചു പറയുക, ഈ ഹാപ്പി ചൈൽഡ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന കുട്ടി പറയുവാണ്, മൈ ഹൗസ് ഈസ് റെഡ്, എ ലിറ്റിൽ ഹൗസ്. മൈ ഹൗസ് ഈസ് റെഡ്. എൻ്റെ ഹൗസ് എന്ത് കളറാണ്? റെഡ് കളറാണ്. റെഡ് എന്ത് കളറാ? റെഡ് എന്ത് കളറാ? എവിടെ റെഡ് എവിടെയെങ്കിലും ഉണ്ടോ? ഈ പരിസരത്ത് എവിടെയെങ്കിലും റെഡ് കാണുന്നുണ്ടോ നിങ്ങൾ? എവിടെയാ? മിസ്സിൻ്റെ ഡ്രസ്സിലോ? മിസ് ശരിയാ അല്ലേ? മിസ്സിൻ്റെ ദേ ഷാളിൽ റെഡും ബ്ലാക്കും ആണ് കൊടുത്തേക്കുന്നത്. ആ റെഡാണല്ലേ എറിച്ച് നിൽക്കുന്നത്. ആ ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ കളേഴ്സൊക്കെ? നിങ്ങൾക്ക് കളേഴ്സ് അറിയാമെന്ന് മിസ്സിന് ഇന്നലെ മനസ്സിലായി. എല്ലാവരും കളേഴ്സ്, മിസ്സിന് അറിയാത്ത കളേഴ്സ് വരെ നിങ്ങൾ എഴുതി അയച്ചു തന്നപ്പോഴത്തേക്കും മിസ്സിന് മനസ്സിലായി നിങ്ങൾക്ക് കളേഴ്സൊക്കെ അറിയാമെന്ന്. അപ്പോൾ റെഡ് കളർ എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ കൊച്ചെന്താ പറയുന്നത്? മൈ ഹൗസ് ഈസ് റെഡ്, എ ലിറ്റിൽ ഹൗസ്. എൻ്റെ വീട് റെഡ് കളറാണ്, ചുവപ്പ് കളറാണ്. പിന്നെന്താ? എ ലിറ്റിൽ ഹൗസ്. പക്ഷേ എൻ്റെ വീട് ഒരു കുഞ്ഞു വീടാണ്. കുഞ്ഞു വീട് ഇഷ്ടമാണോ എല്ലാവർക്കും? അത് വലിയ വീടാണോ ഇഷ്ടം? കുഞ്ഞു വീടായാലും ചെറിയ വീടായാലും നമുക്ക് എന്ത് മതി? അവിടെ സന്തോഷം ഉണ്ടായാൽ മതി അല്ലേ? ഹാപ്പിനെസ് ഉണ്ടായാൽ മതി. അപ്പം നമ്മുടെ വീടൊക്കെ എന്തായിട്ട് തോന്നും? കുഞ്ഞു വീടാണെങ്കിൽ നമുക്ക് വലുതായിട്ട് തോന്നും. അപ്പോൾ സന്തോഷമാണ് എല്ലാത്തിനും വേണ്ടത്. അപ്പോൾ ഈ കൊച്ചിന് ഓൾറെഡി സന്തോഷമുണ്ട്, അതുകൊണ്ട് കുഞ്ഞു വീടാണെന്ന് വിഷമമുണ്ടോ? ഇല്ല, കൊച്ച് നല്ല ഹാപ്പിയാണ്. മൈ ഹൗസ് ഈസ് റെഡ്, എ ലിറ്റിൽ ഹൗസ്. എൻ്റെ വീട് റെഡാണ്, അതുപോലെ കുഞ്ഞു വീടാണ്. എ ഹാപ്പി ചൈൽഡ് ആം ഐ. ഞാനെന്താ? ഒരു ഹാപ്പി ചൈൽഡാണ്, ഒരു സന്തോഷമുള്ള കുട്ടിയാണ്. ഐ ലാഫ് ആൻഡ് പ്ലേ ദ ഹോൾ ഡേ ലോങ്. കൊച്ചു എന്താ എപ്പോഴും ചെയ്യുന്നത്? ഹോൾ ഡേ. ഹോൾ ഡേ എന്ന് വെച്ചാൽ എന്താ? ആ ദിവസം മുഴുവനും ഈ കുഞ്ഞ് എന്ത് ചെയ്യും? ലാഫ് ആൻഡ് പ്ലേ. ലാഫ് എന്ന് വെച്ചാൽ എന്താ? ലാഫ് എന്ന് വെച്ചാൽ ചിരിക്കുക. നമ്മുടെ ചുമ്മാ ഇങ്ങനെ സ്മൈലല്ല, നമ്മളിങ്ങനെ എല്ലാവരെയും കാണുമ്പോൾ പുഞ്ചിരിക്കുന്നതല്ല, നല്ല പൊട്ടിച്ചിരിക്കുന്നതിനാണ് എന്ത് പറയുക? ലാഫ് എന്ന് പറയുക. അപ്പോൾ ഈ കൊച്ചിന് നല്ല സന്തോഷമുള്ളത് കൊണ്ട് അവൻ എപ്പോഴും എന്താ? ചിരിക്കും. അതേപോലെ ആൻഡ് പ്ലേ, കളിക്കും, ചിരിക്കുകയും കളിക്കുകയും ചെയ്യും. എപ്പോൾ? രാവിലെ മാത്രമാണോ? അതോ രാത്രി മാത്രമാണോ? അല്ല, ദ ഹോൾ ഡേ ലോങ്. ആ ദിവസം മുഴുവനും ചിരിക്കുകയും കളിക്കുകയും ചെയ്യും. ഐ ഹാർഡ്ലി എവർ ക്രൈ. ഞാനങ്ങനെ കരയാറേയില്ല. ഹാർഡ്ലി എന്ന് വെച്ചാൽ തീരെ ഇല്ലെന്നർത്ഥം. ക്രൈ എന്ന് വെച്ചാൽ എന്താ? ക്രൈ കരയുക. അപ്പോൾ ആ കുട്ടി ഹാപ്പി ചൈൽഡാണ്. നിങ്ങളെപ്പോലെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന കുട്ടി ആയതുകൊണ്ട് അവൻ എന്ത് ചെയ്യത്തില്ല? തീരെ കരയാറില്ല. കൊള്ളാല്ലേ? ഇനി ഐ ഹാവ് എ ട്രീ, എ ഗ്രീൻ ഗ്രീൻ ട്രീ. പിന്നെ എന്താ പറയുന്നത്? ട്രീ. വാട്ട് ഈസ് എ ട്രീ? നിങ്ങൾ LKG UKG ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ട്രീ? കറക്റ്റ്. എന്താ ട്രീ എന്ന് വെച്ചാൽ? മരം അല്ലേ? എല്ലാവർക്കും അറിയാം. അപ്പോൾ കുട്ടി എന്തായാലും അത് കഴിഞ്ഞിട്ട് വീടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? എനിക്കൊരു ട്രീ ഉണ്ട്. ഐ ഹാവ് എ ട്രീ. എനിക്കൊരു മരം ഉണ്ട്. മരത്തിൻ്റെ കളർ എന്താന്ന് വാവ പറയുന്നുണ്ട്. എന്താ മരത്തിൻ്റെ കളർ? എന്താ? ഗ്രീൻ. യെസ്, എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ മിസ് ഇനി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും നന്നായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഓൾറെഡി എല്ലാം പഠിച്ചു വെച്ചിരിക്കുവാണ് അല്ലേ? വെരി ഗുഡ്. മരത്തിൻ്റെ കളർ എന്താ?
ഗ്രീനാണ്. നമ്മൾ മുറ്റത്തോട്ടൊന്ന് നോക്കിക്കേ, ചുറ്റും നോക്കിക്കേ, ഒന്ന് ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കിക്കേ, അല്ലെങ്കിൽ ഡോറിൽ കൂടെ പുറത്തോട്ട് നോക്കിക്കേ, എന്തോരം ചെടികളും മരങ്ങളും നിൽക്കുന്നത്. എല്ലാത്തിൻ്റെയും കളർ എന്താ മക്കളെ? ഗ്രീനാണ് അല്ലേ? അപ്പോൾ കുഞ്ഞ് പറയുവാണ്, ഐ ഹാവ് എ ട്രീ, എ ഗ്രീൻ ട്രീ ടു ഷെയ്ഡ് മീ ഫ്രം ദ സൺ. എന്തിനാ ഈ ഗ്രീൻ ട്രീ ഉള്ളത്? ഈ കൊച്ചിന് തണൽ കൊടുക്കാൻ വേണ്ടി. തണൽ അല്ലേ? തണൽ എന്താ? നമ്മൾക്ക് വെയിലത്തൊക്കെ നമ്മൾ ഒത്തിരി ക്ഷീണിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും തണലത്ത് പോയി ഇരിക്കാൻ നോക്കും. അപ്പോൾ മരത്തിൻ്റെ അടിയിലാകുമ്പോൾ നല്ല തണലും തണുപ്പും ഉണ്ടാവും. അപ്പോൾ ഈ കൊച്ചിനെ സൺ ആരാ? സൺ മേളിലുള്ള ആളാരാ? സൂര്യൻ. ഇങ്ങനെ തിളച്ച് നിൽക്കുമ്പോൾ നമ്മളൊരു മരത്തിൻ്റെ അടിയിൽ പോയി ഇന്ന് എന്തൊരാശ്വാസമായിരിക്കും നമുക്ക്. അതേപോലെ ഈ കുട്ടിയും എന്താ പറയുന്നത്, എനിക്കൊരു ട്രീ ഉണ്ട്, ഗ്രീൻ ട്രീ ആണ്, ടു ഷെയ്ഡ് മീ ഫ്രം ദ സൺ. സൂര്യൻ ഇങ്ങനെ ചൂടായിട്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് തണൽ തരാൻ വേണ്ടിയിട്ട്, ടു ഗീവ് മീ ഷെയ്ഡ് തരാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ആ ട്രീ ഉള്ളത്. ആൻഡ് അണ്ടർ ഇറ്റ് ഐ ഓഫൻ സിറ്റ് വെൻ ഓൾ മൈ പ്ലേ ഈസ് ഡൺ. അണ്ടർ എന്ന് വെച്ചാൽ താഴെ. ആ മരത്തിൻ്റെ താഴെ എന്ത് ചെയ്യും? ഞാൻ എപ്പോഴും പോയി ഇരിക്കും. ഐ ഓഫൻ സിറ്റ്. ഓഫൻ എന്ന് വെച്ചാൽ എപ്പോഴും, എല്ലായ്പ്പോഴും ഞാൻ എന്ത് ചെയ്യും? ആ മരത്തിൻ്റെ താഴെ പോയി ഇരിക്കും. വെൻ ഓൾ മൈ പ്ലേ ഈസ് ഡൺ. എപ്പോഴാണ് ഇരിക്കുന്നത്? എപ്പോഴാണ് ആ കൊച്ചിരിക്കുന്നത്? ആ കൊച്ചിൻ്റെ കളി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലേ? നമുക്കറിയാം, നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങി ഒത്തിരി നേരം കളിക്കുവാണെങ്കിൽ നമ്മൾ ക്ഷീണിക്കും അല്ലേ? അപ്പോഴേ നമ്മൾ ഇരിക്കത്തുള്ളൂ. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കത്തുള്ളൂ. അതുവരെ നമുക്ക് എന്തില്ല? ക്ഷീണം ഇല്ല. അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞെന്താ, കളിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് കഴിയുമ്പോഴേ എവിടെ വന്ന് ഇരിക്കത്തുള്ളൂ? മരത്തിൻ്റെ താഴെ വന്ന് ഇരിക്കത്തുള്ളൂ. അപ്പോൾ മരം എന്ത് കൊടുക്കും? ദ ട്രീ വിൽ ഗീവ് എ ഷെയ്ഡ്. തണൽ കൊടുക്കും. കൊള്ളാവോ? നല്ല പോയം. അതൊന്നുകിൽ പാരൻസ് എഴുതിയെടുക്കുക, ഇല്ല പഴയ ടെക്സ്റ്റ് ഉള്ളവർ അത് വെച്ച് നോക്കുക. എന്നിട്ടൊന്ന് പതുക്കെ കുഞ്ഞിനെ വായിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ മക്കൾ എന്തെങ്കിലും ഒരു കുഞ്ഞ് ആക്ടിവിറ്റി വേണ്ടേ? ഇന്നലെ ചെയ്ത പോലെ മിസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് ചെയ്ത പോലെ ഒരു ആക്ടിവിറ്റി തരാം. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റിയാണ്. എന്താണെന്നറിയോ? ഒരു ട്രീ നിങ്ങൾ വരയ്ക്കണം. നല്ല ആക്ടിവിറ്റി അല്ലേ? ഡ്രോ എ ട്രീ. അതാണ് ആക്ടിവിറ്റി. അപ്പോൾ ഒരു മരം വരയ്ക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിന് കളർ ചെയ്യണം. കളർ ചെയ്യുമ്പോൾ മരം ഫുൾ എന്തായിരിക്കണം? ഗ്രീൻ കളർ കൊടുത്തിട്ട് അതിൻ്റെ എന്താ പറയുക, ആ തടി ഉണ്ടല്ലോ അത് മാത്രം ബ്രൗണോ ബ്ലാക്കോ കൊടുക്കുക. പക്ഷെ മരം കൂടുതൽ എന്തായിരിക്കണം? ആ ഇലയും സംഭവങ്ങളൊക്കെ എന്തായിരിക്കണം? ഗ്രീൻ ആയിരിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ മേലിൽ മൈ ഗ്രീൻ ട്രീ എന്ന് എഴുതണം. മൈ ഗ്രീൻ ട്രീ അങ്ങനെ എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ മക്കളെല്ലാവരും ഉമ്മിമാർ പറയുന്നതും വാപ്പിമാർ പറയുന്നതും എല്ലാം അനുസരിക്കണം, നല്ല കുട്ടികളായിട്ടിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ വർക്കൊക്കെ എല്ലാവരും ചെയ്യുക, നല്ല കുട്ടികളായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാവരും എല്ലാം പഠിച്ചല്ലേ? താങ്ക് യു പറഞ്ഞപ്പോൾ നിങ്ങളും മിസ്സിന് തിരിച്ച് താങ്ക് യു പറഞ്ഞു. ഓക്കെ, ടാറ്റാ.